ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടൊരു നൈറ്റ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഡേ വ്ളോഗ് അല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നൈറ്റ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ദീപാവലിയുടെയൊക്കെ ചെറിയൊരു വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്നാലും നമ്മൾ പക്ഷേ കൂടുതലും ഡേ വ്ളോഗ്സ് ആണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു പള്ളി പെരുന്നാളിന് പോവാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം എന്ന് കരുതിയാണ് ഈ വ്ളോഗ് ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർഷം നമുക്ക് ഒരുപാട് ആഘോഷങ്ങളൊക്കെ നമുക്ക് മിസ് ചെയ്തു അല്ലേ. എവിടെയും നമുക്ക് പോകാൻ പറ്റിയില്ല, അതുപോലെ തന്നെ ആഘോഷങ്ങൾ പലതും നടത്തിയില്ല. എല്ലാം ഈ ഒരു കോവിഡിൻ്റെ ആ ഒരു പ്രശ്നം കാരണം എല്ലാ ആഘോഷങ്ങളും നമുക്ക് മിസ്സായി. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാമെന്നല്ലാതെ നമുക്ക് അതേ ചെയ്യാനുള്ളൂ അല്ലേ. മാക്സിമം സേഫായിട്ടൊക്കെ ഇരിക്കുക, സേഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എത്രയും വേഗം ഈ ഒരു അവസ്ഥയൊക്കെ മാറി എല്ലാ കാര്യങ്ങളും പൂർവ്വസ്ഥിതിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രത്യാശിക്കാം. അപ്പോൾ ഇന്ന് വ്ളോഗ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ക്രിസ്മസ് ട്രീയുടെ മുന്നിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കും ആ ഒരു ക്രിസ്മസ് വൈബ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞങ്ങളിതേ പോകാൻ തുടങ്ങുകയാണ്. പള്ളിപ്പെരുന്നാളാണെങ്കിലും വലിയ ആഘോഷമൊന്നും ഇല്ല കേട്ടോ. എല്ലാം ആ ഒരു കോവിഡ് പ്രോട്ടോക്കോളിനെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് തന്നെ. അപ്പോൾ എത്രത്തോളം ചിത്രങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റും എന്നറിയില്ല, ബട്ട് എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് വ്ളോഗ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഹലോ, ഞങ്ങൾ പോവാ കേട്ടോ. അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അതെ, ഞങ്ങൾ പോവുകയാണ്. പള്ളി എത്താറായി കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണ് ഇത്തവണത്തെ. എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് ഇലുമിനേഷൻ ആയിരിക്കും ചിലപ്പോൾ ഇത്തവണ. ഓരോ വർഷം ഇലുമിനേഷനൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തവണ എന്തൊക്കെ വിസ്മയങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് നോക്കാം. എന്തൊക്കെ എത്രയൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് എന്നാലും നമുക്ക് നോക്കാം. ദേ അമ്മ അവിടെ ഇരിക്കണേട്ടാ, കാണുന്നുണ്ടോ? അതെ, ഇവിടെ ഇവിടെ ഇവിടെ. ആ അതെ, കൈ കെട്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലായിടത്തും കളർ ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒന്നും കാണുന്നില്ല അല്ലേ. കുറെ വീടുകളിലൊക്കെ കളർ ബൾബ് ഇട്ടേക്കണ കണ്ടു. അപ്പൊ അതാ ഞാൻ വേഗം എടുത്തത്. അപ്പോഴേക്കും അതെല്ലാം പോയി. ആ, നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഇറങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്നും കാണാൻ പറ്റില്ല. കണ്ടോ ആ കാണുന്ന ലൈറ്റ്സ് കണ്ടോ? അത് പള്ളിയുടെ ഇലുമിനേഷൻ ലൈറ്റ്സ് ആണ് കേട്ടോ. എന്ത് രസമാന്ന് നോക്കി കണ്ടോ. നമുക്കിനി അങ്ങോട്ട് പോവാം. ഇവിടെ നിൽക്കണ്ട, വാ. ഓ, കാണാൻ ധൃതിയായിട്ടോ. അപ്പൊ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള ഇലുമിനേഷൻ ആണെന്ന് തോന്നുന്നു. കണ്ടോ, കടകളിലൊക്കെ നല്ല നക്ഷത്രങ്ങൾ, നല്ല രസം. ഓ, അതെ കണ്ടോ ഇലുമിനേഷന്റെ ആ ഒരു ഭംഗി. അപ്പുറത്തൊക്കെ കടകളിൽ കുറേ ഇലുമിനേഷൻസ് ഉണ്ട് കേട്ടോ. ഓ, നല്ല രസമായിരുന്നു കേട്ടോ ഇലുമിനേഷനൊക്കെ കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല സ്പോട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് പല കളേഴ്സ് ഓഫ് ലൈറ്റായിരുന്നു ഓരോ സമയത്തും. ഇപ്പോൾ ഈ കളറിലുള്ള ലൈറ്റ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് വേറെ കളർ കോമ്പിനേഷൻസിലേക്ക് വരുമായിരുന്നു. നല്ല രസമായിരുന്നു. കുറേ നേരം അത് തന്നെ നമുക്കിങ്ങനെ കണ്ടു നിൽക്കാൻ തോന്നും, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം ഞങ്ങളിതെല്ലാം കുറേ നേരം ഇതെല്ലാം ഈ ലൈറ്റ്സൊക്കെ ഒന്ന് കണ്ടു, അതിൻ്റെ ഭംഗിയൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. പക്ഷെ പണ്ടത്തെ അത്ര ഒന്നും, കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഒന്നും അത്ര ഒന്നും നമുക്ക് തിരക്കുകളോ അതുപോലെ തന്നെ പെട്ടിക്കടക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ കോവിഡിൻ്റെ ആ ഒരു ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം ജനങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ആരും തന്നെ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ പെട്ടിക്കടകളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു എൻജോയ്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. സാധാരണ പെരുന്നാളിനൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ കുറേ പെട്ടിക്കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങും, കുറേ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടും, അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷെ അതൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ജസ്റ്റ് ഇലുമിനേഷനൊക്കെ ഒന്ന് കണ്ടു, പള്ളിയിലൊക്കെ പോയിട്ട് വഴിപാട് വെച്ചു, എന്നിട്ട് തിരിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞു. പണ്ടത്തെ അത്ര വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു, കാരണം കോവിഡ് പ്രോട്ടോക്കോളിനെ മുൻനിർത്തിയിട്ടായിരുന്നു. അപ്പം അത് കാരണം വലിയ ആൾക്കാരൊന്നുമില്ല. ജസ്റ്റ് വഴിപാട് വെക്കുക, പോരുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അവിടെ അമ്മയുണ്ട് ഇവിടെ. കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അതിലെന്തൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, എങ്കിലും പറ്റാവുന്നതൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ മാക്സിമം. അപ്പം പിന്നെ എന്തായാലും തിരിച്ചു പോവാ. അമ്മ ഇവിടെ ഓടുക, കുറേ നേരമായേ, ഒത്തിരി സമയമായി, 2 മണിക്കൂറോളം. ഹലോ,
അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ്. അപ്പൊ കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. നല്ല രസമായിരുന്നു. അമ്മ അതേ പുറയിൽ ഇരിപ്പുണ്ട്, കാണാമോ? ഇവിടെ ഇവിടെ. ആ അതെ അതെ. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാം. എവിടെ ലൈറ്റ്? ആ അതെ, ലൈറ്റ് ഇടാട്ടാ. ലൈറ്റ് ഇട്ടതേ അമ്മ. അതെ. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് താക്കോലൊക്കെ എടുക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ജസ്റ്റ് ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. നിങ്ങൾക്കും ഇതൊരു എൻജോയ്മെന്റ് ആവട്ടെ, ഒരു ക്രിസ്മസ് വൈബ്, ഒരു ഫെസ്റ്റീവ് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് നാളുകളായിട്ട് നമുക്ക് ആർക്കും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ ഇരിക്കുകയാണ്. ഇപ്പോഴും ഒരുപാട് പേര് പുറത്ത് ഇറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു എൻജോയ്മെന്റ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ചിലപ്പോൾ ബാക്കി ഇതിന്റെ കുറച്ചും കൂടി എടുക്കും കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഇന്ന് ഡിന്നർ കഴിക്കാനുണ്ട്. ഇന്ന് ഞങ്ങള് പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിന്നറാ കഴിക്കാൻ പോണേ. ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ബട്ടൂര മേടിച്ചു. ഇനിയിപ്പോ കുക്ക് ചെയ്തെടുത്താ മതി. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെയാ അല്ലേ, മിക്കവാറും തിരക്കുള്ള ഭൂരിഭാഗം സമയം സാധാരണ പൂരിയോ ചപ്പാത്തിയോ ഒക്കെ ആവാറാ പതിവ്. ഇത്തവണ ഒരു വെറൈറ്റിക്ക് ബട്ടൂര ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് വറുത്തെടുക്കാം. അതെ. അപ്പൊ ഇത് നമുക്ക് വറുത്തെടുക്കാം. ആദ്യമായിട്ടാ ബട്ടൂര മേടിക്കണേ, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പാത്രമൊക്കെ റെഡിയാണ്, എണ്ണ റെഡിയാണ്. 2 കുപ്പി എണ്ണയുണ്ട്. ഒരെണ്ണം വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. അത് അപ്പുറത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വറുക്കാൻ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് എടുക്കാറ്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ കൂടുതൽ എണ്ണ കുടിക്കുന്ന സംഭവങ്ങളല്ലേ ഈ പൂരി, അതുപോലെ തന്നെ നമ്മുടെ ബട്ടൂരൊക്കെ. അപ്പം അതിന് വെജിറ്റബിൾ ഓയിലാണ് എടുക്കാറ്. അതാകുമ്പോൾ പിന്നെ അത്ര വലിയ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തു. ഇനിയിപ്പോൾ അതെ അമ്മ ഇവിടെ എല്ലാം സിറ്റുവേഷനൊക്കെ റെഡിയാക്കുക. അതെ, ബട്ടൂര മേക്കിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചൂടായിട്ടുണ്ട്. ബട്ടൂര എങ്ങനെയാ വരുന്നേന്ന് നോക്കാം നമുക്ക്. വീർത്ത് തന്നെയുണ്ടല്ലോ, അടിപൊളി. പൂരി പോലെയൊക്കെ തന്നെ അല്ലേ. പാകം വലിപ്പല്ലേ. അതെ കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ പാകത്തിന്. നമുക്ക് മാറ്റാം. അതെ, മാറ്റാം. ഒരുമാതിരി എണ്ണ വാർത്തേച്ച് നമുക്ക് ടിഷ്യൂലേക്ക് വെക്കാം. അപ്പൊ പിന്നെ അതിൽ നിന്ന് അങ്ങ് പെട്ടെന്ന് വലിഞ്ഞോളും. അതെ. അടുത്തതിരിക്കുകയാണ്. അതിങ്ങനെ ഇടുമ്പോ ആ കൊമളക്കണ കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ വീർത്ത് വീർത്ത് വരും. പണ്ട് പപ്പടം കൊമളക്കണതൊക്കെ ഓർമ്മ വരുന്നത്. ഓ, എനിക്ക് പപ്പടം കുമ്പളയ്ക്കുമ്പോ ഞാൻ നിന്നെ പറ്റിക്കണ കാര്യം എപ്പോഴും ഓർമ്മ വരും. അതെന്നെ അമ്മ അങ്ങനെ കുമ്പളക്കാത്ത. അതെ, അമ്മ തറവാട്ടിലും അപ്പുറത്തെ ചേട്ടന്റെ വീട്ടിലും മമ്മിയുടെ നന്നായിട്ട് കുമ്പളയ്ക്കും, അമ്മയുടെ എന്നാ കുമ്പളക്കാത്ത. അപ്പൊ ഞാൻ പറയാം അത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ചില ട്രിക്കുകൾ കാണിക്കുന്നത് അറിയാൻ മിണ്ടൂല. അതെ, ഇങ്ങനെയൊക്കെ ഒരു ട്രിക്കുകൾ ഉണ്ടായിരുന്നു ബാല്യം. ദേ ബട്ടൂരൊക്കെ നല്ല സൂപ്പർ സൂപ്പർ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കറി എടുക്കാം. കറി പനീർ കറിയാണ്. പനീർ കറി മേടിച്ചതാട്ടോ. അപ്പം ഇന്ന് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് വന്നപ്പോൾ അതും വാങ്ങിച്ചു, പനീർ ബട്ടർ മസാല. അപ്പോൾ അതിപ്പോൾ അമ്മ എടുത്തുകൊണ്ട് വരാം. പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് 2-2.5-3 മണിക്കൂറായിരുന്നു. ഞങ്ങൾ വ്ളോഗൊക്കെ ചെയ്ത് തന്നു. എത്ര ചെയ്താലും മതിയാവില്ല. നല്ല രസമുള്ള ഇലിമിനേഷൻ ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. നിങ്ങൾ കണ്ടല്ലേ? അപ്പോൾ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും ആ ഒരു വൈബ് നല്ലൊരു ഫെസ്റ്റീവ് വൈബായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അതേ പനീർ ബട്ടർ മസാല ഇപ്പോൾ വരും, നമുക്ക് നോക്കാം നേരം കേട്ടോ. ഇതാണ് നമ്മുടെ പനീർ ബട്ടർ മസാല. ഇത് വാങ്ങിച്ചതാട്ടോ. അപ്പയുടെ ഡിന്നറാണ്. അപ്പം ഇനി വേഗം കൊണ്ടേ കൊടുത്തു. അതെ, അപ്പൊ ഇത് കഴിഞ്ഞാൽ അമ്മ കഴിക്കും, പിന്നെ ഞാനും കഴിക്കും. അതോടുകൂടി ഇന്നത്തെ കാര്യം അവസാനിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ ഇത് കൊടുത്തോ. ഹലോ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ ഡിന്നറ് അപ്പ ഇപ്പൊ കഴിക്കണ്ട. അമ്മ ഇപ്പൊ തന്നെ റെഡി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുവാണ്. കാസറോള് നമ്മളങ്ങനെ മാക്സിമം ഇട്ട് വെക്കാറില്ല. സാധാരണ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാറാ പതിവ്. പെട്ടെന്ന് നല്ല ആവി പറക്കണ ചൂട് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇനിയിപ്പോ അമ്മ ഉണ്ടാക്കും, അതിനുശേഷം ഞാനും കഴിക്കും.
ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടേ കഴിക്കുള്ളൂ. ഞാൻ ഇപ്പൊ വേഗം പോയി കുളിച്ചിട്ട് വരുമ്പോഴേക്കും അമ്മ ഇവിടെ റെഡിയാക്കി വെക്കും, ഇവിടെ ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ ഞാൻ വേഗം കുളിക്കാൻ പോവാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ബൈ ബൈ പറയാം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അമ്മയും ബൈ ബൈ പറഞ്ഞു കേട്ടോ. നാളെ നമുക്ക് വീണ്ടും അടുത്ത ദിവസം നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രത്യേകം വിചാരിക്കുന്നു. ടാറ്റാ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.